എങ്ങനെയാണ് ബ്രഹ്മാവ് ഉണ്ടായത്? ഇതിൽ തന്നെ ബ്രഹ്മാവിന്റെ പേരെന്താ ഈ ശ്ലോകത്തില് പറഞ്ഞേ? എന്ത് പേരിലാണ്? സ്വയംഭു ആണ് കേട്ടോ. ഇത്തിരി ദീർഘമുണ്ട്. സ്വയംഭു എന്നാണ് പറയുന്നത്. അതായത് സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടായി. അതായത് ഒരു അച്ഛന് പാരൻസ് ഇല്ലാതെ സ്വയംഭു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ കാണാറില്ലേ, സ്വയംഭു ശിവൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് അതിന് അർത്ഥം വരുന്നത്. അപ്പൊ എങ്ങനെ ഇത് സ്വന്തമായി അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മളിനി നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഭഗവാന് അനേകം അവതാരങ്ങളുണ്ട്. ഭഗവാൻ അനേകം അവതാരങ്ങളുണ്ട്. ഭഗവാന് അനേകം അവതാരങ്ങൾ. അപ്പൊ അതിലെ ഒരു തരം അവതാരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, പുരുഷ അവതാരം. പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ, ഏതവതാരത്തെ കുറിച്ചാ പറയണത്? പുരുഷ അവതാരം പുരുഷ അവതാരം 3 ഉള്ളത് ഭഗവാന്റെ. അതിലൊന്നാണ്, എന്റെ പേര് എഴുതിയിട്ടില്ല അല്ലെ, അതിലെ ആദ്യത്തെ അവതാരാണ് ഈ കാണിക്കുന്നത്. ഇപ്പൊ കണ്ടോ? കണ്ടോ? ഇത് കണ്ടോ എല്ലാവരും? ആദ്യത്തെ ഭഗവാന്റെ, അതായത് ഭഗവാൻ കൃഷ്ണൻ അവിടെ നിൽക്കുന്നു. അതിലെ 3 പുരുഷ അവതാരങ്ങൾ എടുക്കുന്നു. ആദ്യത്തെ പുരുഷ അവതാരത്തിന്റെ പേരാണ് ഗർഭോദകശായി. അല്ല, സോറി, 1 മിനിറ്റ്. ആദ്യത്തെ വിഷ്ണുവിന്റെ പേരാണ്, അല്ലെങ്കിൽ ആദ്യത്തെ പുരുഷാവതാരത്തിന്റെ പേരാണ് ഷായി വിഷ്ണു. കാരണോദകശായി വിഷ്ണു. അപ്പൊ നമ്മൾ ആകെ ഒരു വിഷ്ണുവിനെ കുറിച്ച് നമുക്കറിയുള്ളൂ. അപ്പൊ 3 തരം വിഷ്ണു, അതാണ് എന്ത്? പുരുഷാവതാരം. അപ്പൊ പുരുഷാവതാരത്തിൽ നിന്ന് 3 തരം വിഷ്ണു ഉണ്ടായി. അതിൽ ആദ്യത്തെ വിഷ്ണുവിന്റെ പേരാണ് കാരണോദകശായി വിഷ്ണു. എന്താ അങ്ങനെ പേര് വരാൻ കാരണം എന്ന് വെച്ചാല്, ഇപ്പൊ ഭഗവാൻ ഈ കിടക്കുന്നത് ഒരു സമുദ്രത്തിലാണ്. ഈ സമുദ്രത്തിന്റെ പേരാണ് കാരണ സമുദ്രം. മനസ്സിലായ? ഈ കാരണ സമുദ്രത്തിൽ കിടക്കുന്ന ഈ വിഷ്ണു രൂപത്തെയാണ് കാരണോദകശായി വിഷ്ണു എന്ന് പറയുന്നത്. ആ പേര് പ്രൊനൗൺസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? ഒന്ന് പറഞ്ഞേ, ഇപ്പൊ മനസ്സിലായത് പറഞ്ഞേ. കാരണോദകശായി, കാരണസമുദ്രത്തിൽ ശയിക്കുന്ന വിഷ്ണു. കാരണസമുദ്രത്തിൽ ശയിക്കുന്ന വിഷ്ണു, അതാണ് കാരണോദകശായി വിഷ്ണു. അപ്പോ ഭഗവാന്റെ പുരുഷാവതാരത്തിലെ ആദ്യത്തെയാണ് കാരണോദകശായി വിഷ്ണു. നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്ര രോമകൂപങ്ങൾ ഉണ്ട് എന്നൊന്നും എണ്ണാൻ പറ്റില്ലല്ലോ. നമ്മുടെ ശരീരത്തിൽ കുറെ ഹെയർസ് ഉണ്ട് ഇവിടെ അല്ലെ. കുറെ ഹെയർസ് നമ്മുടെ ശരീരത്തിൽ, മുഖത്തും നമ്മുടെ ശരീരത്തിലും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഭഗവാന്റെ ശരീരത്തിൽ ഓരോ ഈ സൂക്ഷ്മ ഈ രോമകൂപത്തിൽ നിന്നും ഒക്കെ ഇങ്ങനെ വട്ടത്തിലൊരു സാധനം ഉണ്ടായത് കണ്ട? ഇതെല്ലാം ഈ രോമകൂപത്തിൽ നിന്ന് വന്ന അനേകായിരം ദശലക്ഷക്കണക്കിന് കുമിളകൾ കണ്ട നിങ്ങള്? മനസ്സിലാവണ്ട? ബബിൾസ് കാണുന്നുണ്ട്? അത് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വരുന്ന കുമിളകള് മനസ്സിലാവണ്ട? ഡൈജസ്റ്റ് ചെയ്യണില്ലാവോ? ഈ കുമിളകള് മനസ്സിലാവണ്ട? ഇതൊക്കെ ശരീരത്തിൽ നിന്ന് ഒരാളും മിണ്ടുന്നില്ലല്ലോ. എനിക്ക് കേൾക്കണ്ടാണോ? മനസ്സിലാവണ്ടോ ഈ കുമിളകളെ? മനസ്സിലായി. ഈ കുമിളയെ പറയുന്ന പേരാണ് ബ്രഹ്മാണ്ടം. എന്താ പറയാ? കുമിളേനെ പറയുന്ന പേരെന്താണ്?
ഒരണ്ടം ഒരു എന്താ പറയാ, എഗ്ഗിന്റെ പോലെയല്ലേ ഇരിക്കണത്, എഗ്ഗ് പോലെ. അണ്ടം എന്ന് വെച്ചാൽ എഗ്ഗ്, എഗ്ഗ് പോലെയല്ലേ ഇരിക്കണം. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ബ്രഹ്മാണ്ടം. നമ്മളിപ്പോ ഈ സോഷ്യൽ സയൻസിലൊക്കെ പഠിക്കണ പോലെ പ്രപഞ്ചം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഭാഗമാണ് ഈ ബ്രഹ്മാണ്ടം. ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മളെവിടെയുള്ളത്? നമ്മളുള്ളത് ഇതേപോലത്തെ അനേകം ബ്രഹ്മാണ്ടങ്ങളിൽ ഒരു ബ്രഹ്മാണ്ടത്തിലാണ്. ഏതാന്നൊന്നും പറയാൻ പറ്റില്ല, അനേകമുണ്ട്. അപ്പൊ രോമകൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ, അത്ര അധികം ഈ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ ഒരു പെർട്ടിക്കുലർ ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഉള്ളത്. ഓക്കെ. കാരണോദകശായി വിഷ്ണു ഏത് സമുദ്രത്തിലാണുള്ളത്? ഉത്തരാരും പറയണില്ലല്ലോ. വെരി ഗുഡ്, കാരണസമുദ്രത്തിലാണുള്ളത്. അപ്പൊ കാരണസമുദ്രത്തിൽ കിടക്കുന്ന വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന കുമിളയെ പറയുന്ന പേരെന്താ? എന്താണ് ആ കുമിളയെ പറയുന്ന പേര്? ബ്രഹ്മാണ്ടം. വെരി ഗുഡ്. നമ്മളെവിടെയുള്ളത്? എവിടെയുള്ളത് നമ്മള്? വീട്ടിലാന്ന് പറയല്ല കേട്ടാ. ആഹാ, ഈ ബ്രഹ്മാണ്ടത്തിലാണ്. യെസ്, ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിലാണ് നമ്മള് ഉള്ളത്. ശരിതാ. ഇനി നമ്മള് ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവാ ഇനി. അപ്പൊ ദേ ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളില് വേറൊരു വിഷ്ണു കിടക്കണ കാണാണ്ടോ? ബ്രഹ്മാണ്ടം നോക്കിയ ഈ ചിത്രത്തിൽ തന്നെ കുറെ ബ്രഹ്മാണ്ടങ്ങള്, ആ ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിൽ കുറെ വിഷ്ണുക്കൾ ഇങ്ങനെ കിടക്കണ കാണാണ്ടോ നിങ്ങക്ക്? അനന്തശയനായിട്ട് വിഷ്ണു കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കടന്നു നോക്കാം. ഇനിയിപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവാ. ദേ കടന്നു ട്ടാ, കണ്ടോ? അപ്പൊ ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിൽ ആ വിഷ്ണുവിന്റെ അടുത്താണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ ആ വിഷ്ണുവിന് എന്താ പ്രത്യേകത ഉള്ളത്? ഈ വിഷ്ണു ഒരു ഈ വിഷ്ണുവിന്റെ പേര് കാണല്ലേ? ആർക്ക് കാണല്ലേ? ഒന്നുകൂടി ഷെയർ എന്താലാണത് ഇപ്പൊ ഉണ്ടോ? ചിത്രമൊന്നും കാണാനില്ല. അപ്പൊ ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിലുള്ള വിഷ്ണുവിനെയാണ് നമ്മളിപ്പോ കാണുന്നത്. അപ്പൊ നമ്മളെവിടെയുള്ളത് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മളുള്ളത് ബ്രഹ്മാണ്ടത്തിന്. ഇനി ആ ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളില് ആ ബ്രഹ്മാണ്ടത്തെ സംരക്ഷിക്കുന്ന ഒരു വിഷ്ണു ഉണ്ട്. ആ വിഷ്ണുവിന്റെ പേരാണ് രണ്ടാമത്തെ പുരുഷാവതാരമായ ഗർഭോദക ശായി വിഷ്ണു. എന്താ പേര്? ഗർഭോദകശായി വിഷ്ണു. കേട്ടാ? ഭയങ്കര ഹയർ ലെവൽ ടോപ്പിക്കാണ്. പക്ഷെ എങ്ങനെ ബ്രഹ്മദേവരുണ്ടായി എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് മാത്രം. പറ്റുന്നവരത് എന്താ പറയാ പഠിച്ചാലൊക്കെ മതി, അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഗർഭോദകശായി വിഷ്ണുവിനെ കണ്ടില്ലേ? ഏതാ ഗർഭോദകശായി വിഷ്ണു? ദേ ഇവിടെ എടുക്കണു. ആ ഗർഭോദകശായി വിഷ്ണുവിന്റെ പാദങ്ങളാണ് ആര് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരാ? ലക്ഷ്മി ദേവി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കിയേ, അവിടെ ഒരു താമരച്ചെണ്ട് കണ്ടോ? ഒരു താമര കണ്ടോ നിങ്ങള്? ഒരു താമരയുടെ എന്താ പറയാ, താമരയുടെ തണ്ട് കണ്ടോ നിങ്ങള്? ഒരു താമരയുടെ തണ്ട് എവിടുന്നാ പോകുന്നത്? ഈ നാഭിയുടെ, ഭഗവാന്റെ നാഭിയുടെ ഭാഗത്തുനിന്ന്. ഭഗവാന്റെ എവിടുന്നാണ് അത് തുടങ്ങിയുള്ളത്? നാഭി ഭാഗത്തുനിന്ന് അല്ലേ? പുക്കൾ. അതന്നെ, നാഭിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മേലേക്ക് പോണുണ്ട്. അത് എവിടെ നോക്കിയാലും മനസ്സിലാവും. കണ്ടോ പോകുന്നത്? കണ്ടോ? അപ്പൊ ഈ തണ്ടിന്റെ അറ്റത്ത് എന്താണ് ഉണ്ടാവുക? സ്വാഭാവികമായും താമരയുടെ തണ്ടിന്റെ അറ്റത്ത് എന്താണ്? താമരയല്ലേ ഉണ്ടാവുക, അല്ലേ? ആ താമരയുടെ ഉള്ളിൽ ഒരാളുണ്ട്, ആദ്യത്തെ ജീവൻ. സൃഷ്ടിയിലെ ആദ്യമുണ്ടായ വ്യക്തി, ഭഗവാന്റെ സൃഷ്ടിയിൽ ആദ്യമുണ്ടായ വ്യക്തിയായ എന്താണത്?
ആരാണത്? ബ്രഹ്മാവ്. അപ്പോ ഗർഭോദകശായി വിഷ്ണുവിന്റെ എവിടുന്ന് എവിടുന്ന് നാഭിയിൽ നിന്ന് എന്ത് ചുമറ്റത്താണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ബ്രഹ്മാവ്. അപ്പൊ ഒരു കാര്യം കൂടി നോക്കാം. ഈ താമരത്തണ്ട് അപ്പൊ എന്തിനാന്നുള്ളത് നമുക്കറിയണ്ടേ? അപ്പൊ അതിനാണ് അടുത്ത ഭാഗം. ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കണ്ടോ? ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന ഒരു 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 ഇങ്ങനത്തെ ഒരു അണ്ടം നമ്മൾ കണ്ടില്ലേ? ബ്രഹ്മാണ്ടം. ഈ ബ്രഹ്മാണ്ടമാണ് എന്ത്? ഏത് ലോകം? ഭൗതിക ലോകം. ഏതാണ് ബ്രഹ്മാണ്ടം? എന്താണ് അതിന്റെ പേര്? ഭൗതിക ലോകം. ഈ ഭൗതിക ലോകത്തിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലോകം എന്താ? എത്ര ലോകമുണ്ട് ഭൗതിക ലോകത്ത്? 14 എണ്ണം ഉണ്ട് അല്ലെ? 14 എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിമാര് പറയുന്ന കേൾക്കും. എത്ര എണ്ണം ഉണ്ട്? 14 എണ്ണം അല്ലെ? ആ 14 ഏറ്റവും ടോപ്പിലുള്ള ലോകത്തിനെ പറയുന്ന പേരാണ് എന്ത്? സത്യലോക. എന്താ പറയാ? എന്താ പറയാ? മറന്നാ? സത്യലോക. ഈ സത്യലോകമാണ് ആരുടെ വാസസ്ഥലം? ബ്രഹ്മാവിന്റെ വാസസ്ഥലം. അപ്പൊ ഇനി വേറെ ഏതൊക്കെയാ ലോകം? നമ്മുടെ ഭൂമി എവിടെയെന്ന് നോക്കണ്ടേ നമുക്ക്? നോക്ക്. ഈ താമരത്തണ്ടിന്റെ ഓരോ ഭാഗങ്ങളിലായിട്ടാണ് ഈ 14 ലോകങ്ങളും കിടക്കുന്നത്. അതിന്റെ ഏറ്റവും അറ്റം സത്യലോകം. അതിന്റെ ഉള്ളിലെ അതിൻ്റെയും താഴെ പോയാൽ തപോലോകം. തപസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു ലോകം. പിന്നെ 7 പ്രധാനപ്പെട്ട സന്യാസിമാരുള്ള ജനലോകം. പിന്നെ മഹർലോകം. ഓരോത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. സത്യലോകം 2, 3, 4, 5ാമത്തെ ലോകമായിട്ട് സ്വർഗലോകം വരും. ഹെവനൊക്കെ അവിടെയാണുള്ളത്. നമ്മുടെ ദേവന്മാര് അവരൊക്കെ ഉള്ളത് എവിടെയാണ്? സ്വർഗലോകത്താണ്. ഇന്ദ്രലോകമാണത്. ഇന്ദ്രലോകത്തിന്റെ അടിയിലെ ഭുവർലോക എന്ന് പറഞ്ഞ ഒരു ലോകമുണ്ട്. ഈ ഭുവർലോക രാക്ഷസന്മാരുടെയും പിന്നെന്താണ് പ്രേതങ്ങളുടെയും ആലയമാണ് ഭുവർലോക എന്ന് പറയുന്നത്. അതിൻ്റെയും താഴെയാണ് അവിടെയാണ് നമ്മളുള്ളത്. ആ ലോകത്തിനെ പറയുന്ന പേരാണ് ഭൂമി അല്ലെങ്കിൽ ബുർലോക. കേട്ടാ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? സ്പേസ് സ്റ്റഡി ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആവും, അല്ലാത്തവരും ഉറങ്ങുണ്ടാവും. മനസ്സിലാവുണ്ടോ നിങ്ങക്ക്? മനസ്സിലായോ നിങ്ങക്ക് വല്ലതും ചെറുതായെങ്കിലും? സത്യ മുഴുവൻ മനസ്സിലായി. ഓക്കെ. സത്യലോകത്തിന്റെ താഴെ തപോലോകമുണ്ട്, ജനലോകമുണ്ട്, മഹർലോകം, സ്വർഗലോകം, ഭുവർലോകമുണ്ട്. അതിൽ 5ാമതായി വരുന്നതാണ് ബുർലോക എന്ന് പറഞ്ഞ നമ്മുടെ ഭൂമി. മിഡിലായിട്ടാണ് നമ്മളുള്ളത് താമരത്തണ്ടിന്റെ. ഓക്കെ, മനസ്സിലാവണ്ടോ? ഇനി അതിന്റെ അടിയിലേക്ക് പോകുമ്പോഴുള്ള ലോകങ്ങളൊന്ന് വെറുതെ മനസ്സിലാക്കി തരാം. അത്തലം, വിതലം, സുതലം. നമ്മൾ സുതലം എവിടെയോ കേട്ടു? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? സുതലം ആരും ഓർക്കുന്നില്ലേ? സുതലം ഒറ്റ കുട്ടിക്ക് അറിയില്ല. ഇതിനു മുന്നേ നമ്മൾ സുതലം എവിടെ കേട്ടേ? ലാസ്റ്റ് കഥയിൽ നമ്മൾ സുതലം കേട്ടു. ഓർമ്മ ഉണ്ടോ? പറയൂ. ബലി മഹാരാജനെ പാതാളത്തിലേക്ക് ചവിട്ടി തട്ടി എന്നുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കഥയിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി? പാതാളത്തിക്കല്ല, എവിടേക്കാണ് ബലി മഹാരാജ് പോയിട്ടുള്ളത്? സുതലത്തിലേക്ക്. അപ്പൊ ബലി മഹാരാജ് ഉള്ള ആ സ്ഥലമാണ് ഈ സുതലം. അത് കഴിഞ്ഞ തലാതലമുണ്ട്. തലാതലം കഴിഞ്ഞാൽ മഹാതലമുണ്ട്. മഹാതലം കഴിഞ്ഞാൽ രസാതലമുണ്ട്. രസാതലം കഴിഞ്ഞാലാണ് പാതാളം. ഈ പാതാളത്തിലാണ് നമ്മൾ കേട്ടിട്ടില്ലേ നരകം എന്നൊക്കെ? ഓരോ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നവരെ ഓരോ പിതൃലോകം, പിതൃക്കളുടെ ലോകവും അവിടെ തന്നെയാണ്. അവിടെ തന്നെയാണ് നരകവും. ഈ നരകത്തിൽ നമ്മൾ പോവേണ്ടി വരുന്നത് എപ്പോഴാണ്? ഓരോ തെറ്റുകൾ ചെയ്യുമ്പം അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ ഭഗവാൻ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഹെലിഷ് പ്ലാനറ്റ് അല്ലെങ്കിൽ നരകം. കേട്ടോ? അപ്പൊ പാതാളത്തിൽ നമ്മുടെ ബലി മഹാരാജ് ഇല്ല. ശിക്ഷ ചെയ്യുന്നവരെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഇത് പാതാളം. പിന്നെ പിതൃക്കള് പുതിയ ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ്
ഈ പാതാളം, പിതൃലോകം. ഭയങ്കര ടഫ് സബ്ജക്റ്റ് ആയിരുന്നു, സോറി. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ബ്രഹ്മദേവർ ഉണ്ടായത്, എവിടെ നിന്നാണെന്നുള്ളത് അറിയണ്ടേ? അതിനു വേണ്ടി മാത്രം ഞാൻ ഈ ഭാഗം ഒന്ന് വെറുതെ ടച്ച് ചെയ്ത്, വളരെ ഡീപ്പ് സ്റ്റഡിയാണ്, അതിന്റെ പുറമെ മാത്രമാണ് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. ഇനി 3 അവതാരങ്ങളിൽ 2 അവതാരം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇപ്പൊ പറഞ്ഞ പുരുഷാവതാരത്തിലെ 2 അവതാരം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പിന്നെ ആരാ? ഗർഭോദേശൻ. അപ്പൊ കാരുണ്യോദക ശൈയിൽ നിന്ന് സർവ പ്രപഞ്ചങ്ങളും ഉണ്ടായി. അതിൽ ഒരു പ്രപഞ്ചം മാത്രമേ നമ്മൾ എടുത്തു നോക്കിയിട്ടുള്ളൂ. ഒരു ബ്രഹ്മാണ്ടം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ 14 ലോകങ്ങൾ കണ്ടു അല്ലേ? ഇനി ഈ 14 നമ്മുടെ ഈ ഭൂമി കണ്ടു എവിടെയാണ്? നമ്മുടെ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹൃദയഭാഗത്ത് ആരുണ്ട് എന്ന ഗീത ക്ലാസ്സിൽ വരുന്നവരുണ്ടാവും, പറയട്ടെ. അവരുടെ ഹൃദയഭാഗത്ത് ആരുണ്ട്? ഭഗവാനുണ്ട്. ഏത് ഫോമിലാണ് ഉള്ളത് എന്നറിയോ? ഭഗവാൻ നമ്മുടെ ഹൃദയത്തില് എവിടെ എങ്ങനെ ഇരിക്കണം അറിയോ? ഏത് രൂപത്തിലാ? അതാണ് മൂന്നാമത്തെ അവതാരമായ, പറഞ്ഞുതരാം. മൂന്നാമത്തെ അവതാരമായ ക്ഷീരോദകശായി വിഷ്ണു. ക്ഷീരോദകശായി വിഷ്ണു, ഇതാണ് പരമാത്മ കേട്ടോ. നമ്മൾ പറയാറുണ്ട് എപ്പോഴും, എന്ത് സങ്കടം ദേവന്മാർക്ക് വന്നാലും ബ്രഹ്മാവും ദേവന്മാരും കൂടി ഒരു ക്ഷീരസാഗരത്തിന്റെ മുന്നിലാണ് അല്ലെ? നമ്മൾ മുന്നത്തെ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഒരു ക്ഷീരസാഗരത്തിന്റെ മുന്നിലാണ് പോവുക. ആ ക്ഷീരസാഗരം, ധ്രുവലോകത്തിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ക്ഷീരസാഗരത്തിലാണ് ആരുള്ളത്? നമുക്ക് ധ്രുവലോകം ഇവിടുന്ന് നോക്കിയാൽ കാണാം അല്ലെ? ധ്രുവ നക്ഷത്രമൊക്കെ. ആ ധ്രുവലോകത്തിന്റെ തന്നെ അടുത്ത് ഒരു ക്ഷീരസാഗരത്തിലാണ് ആരുള്ളത്? ക്ഷീരോദകശായി വിഷ്ണു, അല്ലെങ്കിൽ നമ്മുടെ പരമാത്മ ഉള്ളത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? 3 തരം വിഷ്ണുക്കളെ പഠിച്ചില്ലേ നമ്മള്? ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കണം കേട്ടാ. വിഷ്ണു ചോദിച്ചാൽ ഏത് വിഷ്ണു എന്ന് ചോദിക്കാൻ പറ്റണം. അപ്പോഴാണ് നിങ്ങളുടെ നോളജ് ബാക്കിയുള്ളവർ മനസ്സിലാക്കുക. ഓക്കെ, ഒരു മിനിറ്റ്.